ഹലോ ഗൈസ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നതെന്ന് പറയുന്നത് ഒരു DIY നെയിം സ്ലിപ്പാണ് കേട്ടോ. അപ്പോൾ ഇതിന് വേണ്ടി നമുക്ക് ആദ്യം വേണ്ടതെന്ന് പറയുന്നത് ഒരു A4 സൈസ് പേപ്പറാണ് കേട്ടോ. അപ്പം ആദ്യം നമ്മൾ ആ A4 സൈസ് പേപ്പർ എടുത്ത് ഹാഫായിട്ടൊന്ന് മടക്കി കൊടുക്കുക. പിന്നെ അത് പകുതിക്ക് പകുതി വെച്ച് നമ്മളിങ്ങനെ മടക്കി കൊടുക്കുക. അങ്ങനെ 8 എണ്ണം ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നമ്മളിപ്പോൾ ഇവിടെ മടക്കി കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്കിവിടെ 8 പീസ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിതിൽ കുറച്ച് പടം ക്യാരക്ടേഴ്സിൻ്റെ ഒക്കെ വരയ്ക്കണം. അപ്പോൾ എനിക്ക് വരച്ചാൽ ചിലപ്പോൾ തെറ്റും. അതുകൊണ്ട് ആ ഒരു പേടി കാരണം ഞാൻ തന്നെ വരയ്ക്കാമെന്നുള്ളൊരു അതിസാഹസം കാണിച്ചില്ല. ഞാനത് ട്രേസ് ചെയ്തെടുത്താണ് കേട്ടോ. അപ്പോൾ അതാ ഞാൻ ട്രേസ് ചെയ്തിട്ട് പെൻസിൽ വെച്ചിട്ടാണ് ഞാൻ ട്രേസ് ചെയ്തത്. എന്നിട്ട് ഞാൻ അത് സ്കെച്ചിട്ടതിൻ്റെ അല്ലാത്ത ഇത് വരയ്ക്കുകയാണ്. അപ്പോൾ സ്കെച്ചിട്ട് വരയ്ക്കുമ്പോൾ നല്ല ബ്യൂട്ടിഫുള്ളായിട്ടിരിക്കും, അതും ബ്ലാക്ക് ഇട്ട് വരയ്ക്കുമ്പം. പിന്നെ ഇതൊക്കെ ചെയ്യുമ്പോൾ മാർക്കർ ഇട്ട് വരയ്ക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഇച്ചിരി മാർക്കറിന് തിക്നെസ് ഇച്ചിരി കൂടുതലാണ്. അപ്പോൾ നമുക്ക് കൃത്യമായിട്ടത് മനസ്സിലാവത്തില്ല. അപ്പോൾ സ്കെച്ചിട്ട് വരച്ചാൽ തന്നെ ഇച്ചിരി മനസ്സിലാവാതിരിക്കുകയുണ്ട്. അപ്പോൾ മാർക്കർ ഇട്ട് വരയ്ക്കരുത്. അപ്പോൾ നമുക്കത് തെറ്റാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇനി നമുക്കത് കളർ ചെയ്ത് കൊടുക്കാം. ആ ഒരു ഭാഗം ഞാൻ യെല്ലോയാണ് കേട്ടോ കൊടുക്കുന്നത്. ഇനി അടുത്തത് പിങ്ക് കൊടുക്കാം. എൻ്റെ സ്കെച്ച് പിങ്ക് ഇച്ചിരി ഡള്ളായിട്ടാണിപ്പം. അത് ഡോംസിൻ്റെ ഇത് ഡള്ളായിപ്പോയി. അതുകൊണ്ട് ഞാനിത് കളർ പെൻസിൽ കൊണ്ടാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് ആ ബോയും കൂടെ കളർ പെൻസിലിട്ട് പിങ്കാണ് ഞാൻ കൊടുക്കുന്നത് കേട്ടോ. എനിക്കിഷ്ടമുള്ള കളർ നിങ്ങൾക്ക് കൊടുക്കാം കേട്ടോ. അപ്പം ഞാൻ പിങ്ക് കൊടുത്തു. ഇനി നമുക്ക് അതിൻ്റെ ബോർഡർ ഒന്ന് വരയ്ക്കാം. ഇത് നിങ്ങൾ മാർക്കർ കൊണ്ട് വരയ്ക്കുന്നതായിരിക്കും കേട്ടോ നല്ല എടുപ്പ് വരാൻ വേണ്ടിയിട്ട് ഇച്ചിരി തിക്നെസ്സിലാണ് നമ്മൾ വരച്ച് കൊടുക്കുന്നത്. സ്കെച്ചിട്ട് വരച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇച്ചിരി തിക്നെസ് കൂട്ടാൻ നമ്മൾ 2-3 തവണ വരയ്ക്കേണ്ടി വരും. അതുകൊണ്ട് ഞാനിവിടെ മാർക്കർ ഇട്ടാണ് വരയ്ക്കുന്നത്. അപ്പോൾ നമ്മൾ 4 സൈഡും വരച്ചിട്ടുണ്ട്. ഇനി നമ്മൾ നെയിം സ്ലിപ്പിലുള്ള പ്രധാന ഭാഗമാണ് നെയിം എഴുതാനും ഒക്കെയുള്ള സ്ഥലം. അപ്പോൾ ആദ്യം നമുക്ക് നെയിം സ്ലിപ്പിൽ ആദ്യമേ എഴുതേണ്ടത് നെയിമാണല്ലേ. അപ്പോൾ നമുക്ക് ആദ്യം നെയിം എഴുതാം. അടുത്തതെന്ന് പറയുന്നത് ക്ലാസ്, അത് കഴിഞ്ഞ് ഡിവിഷൻ. അപ്പോൾ സാധാ നെയിം സ്ലിപ്പിലുള്ള പോലെ നമ്മളിവിടെ DIV എന്നേ എഴുതിയിട്ടുള്ളൂ. അപ്പം നെക്സ്റ്റ് വരുന്നത് റോൾ നമ്പറാണ്. അപ്പം റോൾ നമ്പർ എഴുതി ഞാൻ നമ്പറിൽ നിന്നല്ല NO എന്ന് തന്നെയാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ സബ്ജക്റ്റ് എഴുതിയിട്ടുണ്ട്. ഇനി നമുക്ക് സ്കൂളാണ് എഴുതേണ്ടത്. ഇപ്പോൾ സ്കൂൾ എഴുതുമ്പോൾ സ്കൂളിൻ്റെ പേര് ഇച്ചിരി വലുതായിരിക്കും സാധാ. അപ്പോൾ നമുക്ക് ഇച്ചിരി കൂടുതൽ സ്പേസ് അതിന് വേണ്ടിയിട്ട് വേണ്ടി വരും. അപ്പം നെയിമിനും അതുപോലെ തന്നെയാണ്. അപ്പം ക്ലാസ്, ഡിവിഷന്, ഇനി എല്ലായിടത്തും നമുക്ക് ഡാഷ് ഇട്ട് കൊടുക്കാം. അത് കഴിയുമ്പോൾ ഈ നെയിമൊക്കെ എഴുതി കഴിയുമ്പോഴത്തേക്ക് 2 കോളൻ ഇട്ട് കൊടുക്കണം കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ സബ്ജക്റ്റിന് എല്ലാത്തിനും ഡാഷ് ഇട്ടു. സ്കൂളിന് എഴുതുമ്പോൾ 2 ഡാഷ് ഇടുന്നതായിരിക്കും നല്ലത്. കാരണം സ്കൂളിൻ്റെ പേര് ഇച്ചിരി വലുതായിരിക്കും. അതുകൊണ്ട് ഞാൻ ഇച്ചിരി വലുതായിട്ടാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതാ നമ്മളുടെ ഒരു നെയിം സ്ലിപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഔട്ട്കം. അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പം ഇതാണ് നമ്മുടെ നെയിം സ്ലിപ്പൊക്കെ. അപ്പം ഞാൻ 4 ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ.